ഹായ് ഫ്രണ്ട്സ്, ചൈനയിലേക്കുള്ള യാത്രയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മലേഷ്യൻ എയർവേസിന്റെ 200 സീറ്റുള്ള വിമാനത്തിൽ കയറി 4.5 മണിക്കൂർ പറന്ന് മലേഷ്യക്ക് മുകളിൽ എത്തിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇന്ത്യൻ സമയത്തേക്കാൾ 2.5 മണിക്കൂർ മുമ്പിലാണ് മലേഷ്യൻ സമയം. അതുകൊണ്ട് ഞങ്ങൾ മലേഷ്യയിലെ പ്രഭാതത്തിലേക്കാണ് കോലാലംപൂരിൽ പറന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ചൈനയിലേക്കുള്ള പറക്കലിന് തയ്യാറെടുക്കുകയാണ് ഈ വലിയ 400 സീറ്റുള്ള ഈ വലിയ വിമാനം. മലേഷ്യൻ വിമാനം തന്നെയാണ് ഇതും. ഇത്തരത്തിലുള്ള 2 വിമാനങ്ങളാണ് എല്ലാ ദിവസവും കോലാലംപൂരിൽ നിന്ന് ചൈനയിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മലേഷ്യയുടെ ഹരിത വർണ്ണ രാജികൾക്ക് മുകളിലൂടെ കുതിച്ചുയർന്ന് പ്രശാന്ത സുന്ദരമായ വെൺമേഘ ഖചിത നീലാകാശത്തൂടെ ഞങ്ങളെയും വഹിച്ച് 6.5 മണിക്കൂർ ദൈർഘ്യമുള്ള ശാന്തമായ പറക്കലിലാണിപ്പോൾ. ഇതാണ് ഞങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം. ഇതിൽ 400 സീറ്റുകളാണുള്ളത്. ഈ വിമാനത്തിലെ ഭൂരിഭാഗം സീറ്റുകളും ഇന്ന് കാലിയാണ്. ഒരുപക്ഷെ ഞങ്ങൾക്കായി മാത്രം ചൈന പ്രത്യേകമായി അയച്ചതാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. പഞ്ഞിക്കെട്ടുകൾ പോലെ മനോഹരമായ മേഘങ്ങൾക്ക് മുകളിലൂടെ മേഘവിസ്ഫോടനത്തിൽ നിദാനമാകുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ ഒടുങ്ങാത്ത മനോഹര ദൃശ്യങ്ങളിലൂടെ പറന്ന് ചൈനയുടെ കൃഷി ഇടങ്ങളിലേക്കുള്ള കാഴ്ചകളിലേക്ക് പറന്നിറങ്ങാൻ പോവുകയാണ് ഞങ്ങളുടെ വിമാനം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന കൃഷി ഇടങ്ങളുടെ കൂടുതൽ വ്യക്തതയുള്ള കാഴ്ചകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ചൈന, ഒന്നുമില്ലാത്തിടത്തു നിന്ന് ലോക സാമ്പത്തിക ശക്തിയായി വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ചൈന, ആ രാജ്യത്തിന്റെ വിരിമാറിലേക്കാണ് ഞങ്ങൾ പറന്നിറങ്ങാൻ പോകുന്നത്. ഒരാഗ്രഹം സഫലമാകുന്നതിന്റെ ആഹ്ലാദം ഹൃദയത്തിൽ നിറഞ്ഞ് തുളുമ്പി തുടങ്ങിയിരുന്നു. ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളം ഏറ്റവും തിരക്കേറിയ ചൈനീസ് വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഇത്. പുഡോങ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളത്തിൽ മെട്രോ ട്രെയിനിൽ ആണ് എയർപോർട്ടിനുള്ളിലെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം നടത്തുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ഷാങ്ഹായ് നഗരത്തിലേക്ക് മെട്രോ ട്രെയിനുകളിൽ എത്താൻ സൗകര്യമുണ്ട്. അതുപോലെ ലോകത്തെ ഏറ്റവും ആദ്യത്തെ മാഗ്നറ്റിക് ട്രെയിനും ഇവിടെ നിന്നാണ് ഷാങ്ഹായ് നഗരത്തിലേക്ക് സർവീസ് നടത്തുന്നത്. ഇതാണ് മെട്രോ ട്രെയിൻ. വിമാനത്താവളത്തിന് ഉള്ളിലുള്ള ഗതാഗതത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രെയിനാണിത്.
സാങ്കേതിക വിദ്യകളുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ. അതിന്റെ മാതൃകയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. കാന്തിക ശക്തിയിൽ പാളങ്ങളിൽ നിന്ന് അല്പം ഉയർന്ന് പാളങ്ങളെ തൊടാതെ ചക്രങ്ങൾ ഇല്ലാത്ത മാഗ്ലെവ് ട്രെയിൻ ലോകത്തെ ഏറ്റവും വേഗതയുള്ള ട്രെയിനാണിത്. മണിക്കൂറിൽ 430 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ കോവിഡിന് ശേഷം 300 കിലോമീറ്ററായി യാത്രാവേഗം ക്രമീകരിച്ചിരിക്കുകയാണ്. ഷാങ്ഹായ് നഗരത്തിലേക്കുള്ള 30 കിലോമീറ്റർ ദൂരം പിന്നിടാൻ കേവലം 7 മിനിറ്റ് മതി. പരീക്ഷണ വേഗത മണിക്കൂറിൽ 600 കിലോമീറ്റർ ആയിരുന്നത്രേ. ലോകത്ത് ചൈന കൂടാതെ മാഗ്ലെവ് ട്രെയിൻ സർവീസ് നടത്തുന്ന രാജ്യങ്ങൾ ജപ്പാനും ദക്ഷിണ കൊറിയയും മാത്രമാണ്. പല രാജ്യങ്ങളിലും പരീക്ഷണ ഘട്ടങ്ങളിലാണ്. പാളം തൊടാതെ ഓടുന്നതിനാൽ ശബ്ദം വളരെ കുറവാണ്. പുറത്തേക്ക് നോക്കിയാൽ മാത്രമേ അതിന്റെ സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. 282, 285, 289, 296, 99, 300 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അകത്ത് ഇരിക്കുന്ന നമുക്ക് ആ വേഗത ഇത്രയും വേഗത്തിൽ പോകുന്ന കാര്യം അറിയില്ല. ഇതാണ് ഇതിന്റെ പാളം. ഈ പാളത്തിന്റെ പ്രത്യേകത ട്രെയിനിനെ പാളത്തിൽ നിന്ന് തെറിച്ചു പോകാതെ പാളവുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന സംവിധാനമുണ്ട്. ഏറ്റവും വേഗത കൂടിയ ട്രെയിനിൽ കയറാൻ കഴിഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇനി ഞങ്ങളുടെ താമസ സ്ഥലത്തേക്കുള്ള ബസ് യാത്രയാണ്. ഈ ബസ്സിലാണ് ഞങ്ങൾ ഇനി 3 ദിവസം ഷാങ്ഹായ് നഗരത്തിലെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്. യാത്രാനന്ദയുടെ കൂടെ ഉള്ള 35 പേരാണ് ഞങ്ങൾ 3 ദിവസം ഷാങ്ഹായിലും 3 ദിവസം ബീജിങ്ങിലും സന്ദർശനം നടത്താൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ താമസ സ്ഥലം. സ്റ്റാർ ഹോട്ടലായ മെർക്കുറി ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്ന് രാത്രി മാത്രമല്ല 3 ദിവസം താമസം. ചൈനയിലെ 1ാം ദിവസത്തെ പ്രഭാത ഭക്ഷണം ചൈനീസ് ഭക്ഷണമല്ല, നമ്മൾ വിദേശികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണമാണ്. എത്ര പെട്ടെന്നാണ് ഞാനൊരു വിദേശിയായത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നമുക്കിഷ്ടമുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ടൂർ മാനേജരും ഓപ്പറേറ്റർമാരിൽ ഒരാളുമായ ഷിനിൽ ആണ് വിവരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൈന മഴയിൽ കുതിർന്ന ഷാങ്ഹായ് നഗരത്തിലൂടെ സ്ഥല സന്ദർശനത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. ഒരു നാടാണ് ചൈന. അതായത് നിലവിൽ ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴഞ്ചൻ ആളുകളുടെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ കൂടെ തന്നെ ഉണ്ടായിരുന്ന നാടായിരുന്നു ചൈന. അപ്പം അത്രയും പഴക്കമുണ്ടായിരുന്ന നാടാണ്, അത്രയും വിശാലമായ നാടാണ് ഈ ചൈന എന്ന് പറയുന്നത്. ഏകദേശം
ഏതോ സ്കൂളിൽ നിന്ന് ടൂർ വന്ന കുട്ടികളാണ്. കുട്ടികൾ എവിടെയും കുട്ടികൾ തന്നെ. അവരുടെ സന്തോഷം കണ്ടില്ലേ? ഏതാനും നിമിഷം കുട്ടികളുടെ കൂടെ സ്കൂളിൽ ചെലവഴിച്ച ഓർമ്മകളിൽ എത്തി നിന്നു ഞാൻ. ഷാങ്ഹായ് നഗരത്തിലെ പീപ്പിൾസ് സ്ക്വയർ ആണിത്. സാംസ്കാരിക സംഗമങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സ്ഥലമാണിത്. ഇവിടെയുള്ള മ്യൂസിയത്തിൽ ചൈനയുടെ ചരിത്രവും ഭാവിയും പ്രദർശിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ യാത്രാനന്ദയിലെ ചൈന ടീം. ഇത് ടൂർ മാനേജർ ഷിനിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.